വെൽക്കം ടു മൈ ചാനൽ ചിക്കൂസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തുവാ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോഴാണെങ്കിൽ ഞാൻ വീഡിയോ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. കാരണം അഭിനയിക്കാൻ ആളില്ല. ഹനാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇടാൻ പറ്റൂ. ഇപ്പൊ കഥയൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇന്ന് എൻ്റെ അനിയനിപ്പോൾ ഉമ്മിയുടെ വീട്ടിലാണ്. ഉമ്മിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിയുടെ അപ്പോഴാണെങ്കിൽ ഞാനിന്ന് എനിക്ക് ചെറിയ പനിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വ്ലോഗ് പോലെയാണ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോണിനെയാണ്. എനിക്ക് വാങ്ങാൻ ഇഷ്ടമുള്ള ഫോണാണ്. അതിനുവേണ്ടിയിട്ട് ഞാൻ സമ്പാദിക്കുന്നതുകൊണ്ട് അവിടെ കിട്ടുന്നേക്ക് വാരിയെടുക്കാം. അത് തന്നെ. അപ്പോഴാണെങ്കിൽ ഇന്ന് ഒരു ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. IQ Z9s Pro എന്ന് പറയുന്നൊരു ഫോണ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിന് 2 കളറാണ്. ഏതോ ലെതർ ഫിനിഷ് ആയിരുന്നു, ഓറഞ്ച് കളറും ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഗ്ലാസിൻ്റെ കളറും ഉണ്ട്. അതിന് പേരിപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. IQ Z9s Proയുടെ 2 കളറിൻ്റെ പേര് ഞാനിപ്പോൾ നിൽക്കുന്ന ഷെഡിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഗൈസ്, ഞാനത് പറയാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെയൊക്കെ ഇതുണ്ടെന്നാണ് കേട്ടത്. പേര് ഒന്നും വീണ്ടും. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളാണെങ്കിൽ വേറൊരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണെങ്കിലേ ഞാൻ ലക്ഷറീസ് മാർബിൾ, ഒരു ഗ്ലാസിൻ്റെ ഉണ്ട് ലക്ഷറീസ് മാർബിൾ, അതിൻ്റെ ഒരു കളറ്, പിന്നെ മറ്റേ ഒരു ലെതർ ഫിനിഷാണ്. 2 തിന്നാണ്. അപ്പോൾ അതിൻ്റെ കേസൊക്കെ വരുന്നുണ്ട്. IQൻ്റെ ആണ്. IQൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് IQ Z9s Pro. പിന്നെ IQ 12 എന്ന് പറയുന്നൊരു ഫോണുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ഫോണൊരു കിണ്ണങ്ങാച്ചിയാണ്. നമ്മൾ IQൻ്റെ Z9s Proയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 GB തൊട്ട് 128 GB ഉള്ളവരെ ഉള്ള ഇതിനുണ്ടല്ലോ. അപ്പോൾ എന്തുവായിരുന്നു, അതൊക്കെ തന്നെ. അപ്പോൾ അതിനാണെങ്കിലുണ്ടല്ലോ വില ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളറിനും ഒരേ വില തന്നെയാണ്. ലെതർ ഫിനിഷിനും ലക്ഷറീസ് മാർബിളിനും ഒരേ കളറ്, ഒരേ എമൗണ്ട് തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരെണ്ണത്തിലാണെങ്കിലുണ്ടല്ലോ ഈ 8 GB തൊട്ട് 128 GB ഉള്ള വരെ ഉള്ളതിനകത്ത് 24,999 രൂപയാണ്. പറയും 25,000 രൂപ. പക്ഷെ 8 GB തൊട്ട് 256 GB വരെ ഉണ്ട്. അതിന് ഇട്ടിരിക്കുന്ന പ്രൈസ് അവർ എത്രയായിരുന്നു? 26,000 രൂപ. 26,000 രൂപയാണ്, 1,000 കൂടുതൽ. പിന്നെയാണെങ്കിൽ അവർ 12 GB തൊട്ട് 256 GB വരെ ഉള്ളതുണ്ട്. അതിന് ഇട്ടിരിക്കുന്ന റേറ്റ് 28,000 രൂപയാണ്. അപ്പോൾ ഗൈസ്, ഈ ഫോണിൽ നമ്മളാണെങ്കിൽ എനിക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഫോണെന്ന് പറയുന്നത് IQ Z9s Pro ആണ്. ആദ്യം എൻ്റെ കയ്യിൽ വേണമെന്ന് വിചാരിച്ചിരുന്നത് റെഡ്മിയുടെ ഒരു ഫോണുണ്ട്, Redmi 12 5G, അതായിരുന്നു. പിന്നെ അത് എനിക്ക് വേണ്ടെന്നായി. കാരണം എന്ന് പറഞ്ഞാലേ അതിൻ്റെ ഇത് റിവ്യൂ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ആ റിവ്യൂവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊള്ളത്തില്ല എന്നാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഡിസൈനൊന്നും. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ എനിക്ക് ആ ആഗ്രഹം ഞാൻ വിട്ടു. പിന്നെ നമ്മൾ വേറെ ആഗ്രഹം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQൻ്റെ ആണ്. ആദ്യം IQ 12 ആണ് നോക്കിയത്. ഞാനപ്പോൾ അതിൻ്റെ വില ചേർത്ത് 55,000 രൂപയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതും വേണ്ടാന്നാക്കി. പിന്നെ നമ്മളാണെങ്കിൽ IQ Z9s Pro വേണമെന്നാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. ഇത് മാറുമായിരിക്കും. 26,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 8 GB തൊട്ട് 256 GB വരെ പറഞ്ഞായിരുന്നല്ലേ. അതിന് 26,000. അപ്പോഴാണെങ്കിലേ
അപ്പോൾ നമ്മളാണെങ്കിൽ ഈ റെഡ്മിയുടെ നോട്ട് 10s എന്ന് പറയുന്നൊരു ഫോണുണ്ട്. ആ ഫോണിന് റേറ്റ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 12,000. മുമ്പേ 10,000 ആയിരുന്നു. ഞാൻ കൂട്ടി വെച്ച് പൈസ എല്ലാം കൂട്ടി വഞ്ചിക്കകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയായിരുന്നു. 8 വയസ്സുള്ളപ്പോഴായിരുന്നു വാങ്ങിയ. അതിപ്പോൾ നശിച്ചു പോയി. നശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ ഉമ്മയുടെ ഫോൺ നശിച്ചു പോയപ്പോൾ എൻ്റെ വാപ്പിക്ക് ഓഫീസിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു ഫോണൊന്ന് മറ്റേ ഫോണുണ്ടല്ലോ ഉമ്മയുടെ ഫോൺ വാപ്പിക്ക് കൊടുത്തു. അപ്പോഴാണെങ്കിൽ എൻ്റെ ഫോണാണെങ്കിൽ ഉമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണൊന്നുമില്ല. ഇപ്പം ഞാൻ ഉമ്മയടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് ഈ ഫോണിനകത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇച്ചിരി പ്രശ്നമുണ്ട്. അതിൻ്റെ അമ്പലത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനെ കുറിച്ചാണ്. റെഡ്മി നോട്ട് 10s കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 10,000 രൂപയാണ് ആ ഫോണിന്. ഗെയിമിംഗ് ഫോണല്ല, സാധാ ഫോൺ. IQ Z9 ഫോണും ഗെയിമിംഗ് ഫോണല്ല, എല്ലാം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിംഗ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോക്കുന്നതെങ്കിൽ IQൻ്റെ വാങ്ങല്. അതിൻ്റെ കാട്ടി IQൻ്റെ വാങ്ങാം, പക്ഷെ കുറച്ചും കൂടെ IQ Z9 Pro വാങ്ങരുത്. ഇതൊരു ഓൾഡ് ലെവൽ ഫോണാണ്, എല്ലാം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഡീസൻ്റായിട്ട് പോകും. പിന്നെ മറ്റേ IQവിനകത്ത് വൈൽഡ് ക്യാമറ വരുന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോഴാണെങ്കിൽ ഇന്ന് നമ്മൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയെന്ന്. അപ്പോൾ അതുണ്ടല്ലോ ഗെയിമിംഗ് ഫോൺ വാങ്ങല്. പോക്കോയുടെ X6 Pro എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഫോണുണ്ട്. അത് വാങ്ങാൻ ശ്രമിക്കണം. അല്ല IQൻ്റെ തന്നെ വേണമെങ്കിൽ IQ Now 9 Pro എന്ന് പറയുന്നൊരു ഫോണുണ്ട്, അത് വാങ്ങാൻ ശ്രമിക്കണം. അതിനിപ്പോൾ അതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മറ്റേ IQൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണെങ്കിൽ വൈൽഡ് ക്യാമറ വരുന്നില്ല പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഒരു ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. ക്യാമറ കിട്ടും, ഗെയിമിങ്ങിനൊരു ഡീസൻ്റായിട്ട് ഗെയിമിങ്ങാണ്. അപ്പോൾ ഗൈസ്, ഈ ഫോണിന് വൈൽഡ് ക്യാമറ വരാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസ് അധികം കുഴപ്പമില്ല. പിന്നെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ 26,000 രൂപയ്ക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഡീസൻറ്റ് ഫോണാണ്, കുഴപ്പമില്ല. ഗൈസ്, ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഈ ഫോണിന് ഒടുക്കത്തെ ഫാസ്റ്റാണ്. ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചാൽ മതി, അപ്പം തുറക്കും. പിന്നെ ഇതിനകത്ത് ഇതുണ്ടല്ലോ, എന്തുവായിരുന്നു ക്യാമറ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വലിയ ക്യാമറയും ഒരു ചെറിയ ക്യാമറയാണ്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. അല്ലെങ്കിൽ പോക്കോയുടെ X6 Pro ഞാൻ പറയുന്നൊരു ഫോണാണ്, വേണമെങ്കിൽ വാങ്ങുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ റെഡ്മിയുടെ ഒരു ഫോണുണ്ടല്ലോ, അത് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10s ഇപ്പം നോക്കിയപ്പോൾ അന്ന് വാങ്ങിയപ്പോൾ 10,000, ഇപ്പം നോക്കിയപ്പോൾ 12,000 ആയിരുന്നു. ഇപ്പം നോക്കിയതേ ഉള്ളൂ 12,000. അപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് ഫോണാണ് വേണ്ടെങ്കിൽ IQ നോക്കുക. അല്ല, ഈ ഫോട്ടോസ് ആൻഡ് പിക്ചേഴ്സ് വേണമെങ്കിൽ നമ്മൾ വിവോയുടെ ഒരു ഫോണുണ്ട്, വിവോ 30 വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോക്കോ, ഞാൻ പറഞ്ഞല്ലോ പോക്കോ S6 Pro. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പൈസ നിങ്ങൾക്ക് അധികമില്ല, പക്ഷെ നല്ല എക്സ്പീരിയൻസും വേണമെങ്കിൽ റെഡ്മിയുടെ തന്നെ നോട്ട് 10s ഞാൻ പറഞ്ഞല്ലോ 12,000 രൂപയുടെ അത് വാങ്ങാവുന്നതാണ്. ഇത്രയായിരുന്നു നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ